ശമൂവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. നിങ്ങൾക്കൊരു രാജാവിനെയും വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി. എൻ്റെ മക്കൾ നിങ്ങളോട് കൂടെയുണ്ട്. എൻ്റെ ബാല്യം മുതൽ ഇന്ന് വരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവൻ്റെ അഭിഷിക്തൻ്റെയും മുമ്പാകെ എൻ്റെ നേരെ സാക്ഷിയിരിപ്പിൻ, ഞാനത് മടക്കിത്തരാം. അതിനവർ, നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തിൻ്റെയും കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എൻ്റെ പേരിൽ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി, അവൻ്റെ അഭിഷിക്തനും ഇന്ന് സാക്ഷി എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, മോശയെയും അഹരോനെയും കൽപ്പിച്ചാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെയും ഇസ്രായേൽ ദേശത്തു നിന്ന് കൊണ്ടുവരികയും ചെയ്തവൻ യഹോവ തന്നെ. ആകയാൽ ഇപ്പോൾ ഒത്തുനിൽപ്പിൻ. യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ചെയ്തിട്ടുള്ള സകല നീതികളെയും കുറിച്ച് ഞാൻ യഹോവയുടെ മുമ്പാകെ നിങ്ങളോട് വ്യവഹരിക്കും. യാക്കോബും മിസ്രയീമിൽ ചെന്ന് പാർത്തു. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ മോശയെയും അഹരോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പാർക്കുമാറാക്കി. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നപ്പോൾ അവൻ അവരെ ഹാസോരിലെ സേനാധിപതിയായ സീസറയുടെ കയ്യിലും ഫെലിസ്ത്യരുടെ കയ്യിലും മോവാബ് രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു, ഞങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് ബാൽ വിഗ്രഹങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും സേവിച്ച് പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. എന്നാറെ യഹോവ യെരുബാൽ, ബേദാൻ, ഇഫ്താഹ്, ശമൂവേൽ എന്നിവരെ അയച്ച് ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചു. നിങ്ങൾ നിർഭയമായി വസിച്ചു. പിന്നെ അമ്മോന്യരുടെ രാജാവായ നാഹാഷ് നിങ്ങളുടെ നേരെ വരുന്നത് കണ്ടപ്പോൾ, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങൾ എന്നോട്, ഒരു രാജാവ് ഞങ്ങളുടെ മേൽ വാഴണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ, നിങ്ങൾ തിരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ് യഹോവ നിങ്ങൾക്ക് ഒരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ മറുക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവൻ്റെ വാക്കനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയും മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരിക്കുന്നത് പോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും. ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾ കാണുകെ ചെയ്യുവാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊള്ളുവിൻ. ഇത് കോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ. ഞാൻ യഹോവയോട് അപേക്ഷിക്കും, അവൻ ഇടിയും മഴയും അയക്കും. നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കിയാൽ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടറിയും. അങ്ങനെ ശമൂവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയെയും ശമൂവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം ശമൂവേലിനോട്, അടിയങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമേ, ഞങ്ങൾ മരിച്ചു പോകരുതേ. ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ജനത്തോട് പറഞ്ഞത്, ഭയപ്പെടായുവിൻ. നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു. എങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പിൻ. വിട്ടുമാറി ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തവയുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. അവ മിഥ്യാവസ്തു തന്നെയല്ലോ. യഹോവ തന്റെ മഹത്തായ നാമം നിമിത്തം തൻ്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തൻ്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവിൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. എന്നാൽ നിങ്ങൾ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചു പോകും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായം. ശൗൽ രാജാവായപ്പോൾ 30 വയസ്സായിരുന്നു. അവൻ ഇസ്രായേലിൽ 2 സംവത്സരമാണ്. ശൗൽ ഇസ്രായേലിൽ 3000 പേരെ തിരഞ്ഞെടുത്തു. 2000 പേർ ശൗലിനോട് കൂടെ മിക്മാസിലും ബേഥേൽ മലയിലും 1000 പേർ യോനാഥാനോട് കൂടെ ബെന്യാമിനിലും ഗിബയിലുമായിരുന്നു.
ശേഷം ജനത്തെ അവനവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ യോനാഥാൻ ഗേബയിൽ ഉണ്ടായിരുന്ന ഫിലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു. ഫിലിസ്ത്യർ അത് കേട്ട് എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ശൗൽ ദേശത്തെല്ലായിടവും കാഹളം ഊതിച്ചു. ശൗൽ ഫിലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു എന്നും ഇസ്രയേൽ ഫിലിസ്ത്യർക്ക് നാറ്റമായി എന്നും ഇസ്രയേൽ ഒക്കെയും കേട്ടിട്ട് ജനം ശൗലിന്റെ അടുക്കൽ ഗിൽഗാലിൽ വന്നുകൂടി. എന്നാൽ ഫിലിസ്ത്യർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ 30,000 രഥവും 6,000 കുതിരച്ചേവകരും കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യം ജനവുമായി ഒരുമിച്ചു കൂടി. അവർ വന്ന് ബേത്ത് ആവന് കിഴക്ക് മിക്മാസിൽ പാളയമിറങ്ങി. എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രയേല്യർ കണ്ടപ്പോൾ ജനം ഗുഹകളിലും പള്ളക്കാടുകളിലും പാറകളിലും ഗഹ്വരങ്ങളിലും കുഴികളിലും ചെന്ന് ഒളിച്ചു. എബ്രായർ യോർദാൻ കടന്ന് ഗാദേശത്തും ഗിലെയാദിലും പോയി. ശൗലോ ഗിൽഗാലിൽ താമസിച്ചിരുന്നു. ജനമെല്ലാം പേടിച്ചും കൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നുവെങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ടു ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എഴുന്നേറ്റ് ചെന്നു. നീ ചെയ്തതെന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫിലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫിലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രയേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കിയിരിക്കുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പിന്നെ ശമൂവേൽ എഴുന്നേറ്റ് ഗിൽഗാലിൽ നിന്ന് ബെന്യാമീനിലെ ഗിബയിലേക്ക് പോയി. ശൗൽ തന്നോട് കൂടെയുള്ള പടജനത്തെ എണ്ണി ഏകദേശം 600 പേർ എന്ന് കണ്ടു. ശൗലും അവന്റെ മകൻ യോനാഥാനും കൂടെയുള്ള ജനവും ബെന്യാമീനിലെ ഗിബയിൽ പാർത്തു. ഫിലിസ്ത്യരോ മിക്മാസിൽ പാളയമിറങ്ങി. ഫിലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് കവർച്ചക്കാർ 3 കൂട്ടമായി പുറപ്പെട്ടു. ഒരു കൂട്ടം ഒഫ്രയ്ക്കുള്ള വഴിയായി ശൂവാൽ ദേശത്തേക്ക് തിരിഞ്ഞു. മറ്റൊരു കൂട്ടം ബേത്ത് ഹോരോനിലേക്കുള്ള വഴി തിരിഞ്ഞ് മറ്റേ കൂട്ടം മരുഭൂമിക്ക് നേരെ സെബോയിം താഴ്വരയ്ക്കെതിരെയുള്ള ദേശം വഴിയായി തിരിഞ്ഞു. എന്നാൽ ഇസ്രയേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുത് എന്ന് ഫിലിസ്ത്യർ പറഞ്ഞു. ഇസ്രയേല്യർ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫിലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. എന്നാൽ മൺവെട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായും മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർക്ക് അരമുണ്ടായിരുന്നു. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫിലിസ്ത്യരുടെ പട്ടാളമോ മിക്മാസിലെ ചുരം വരെ പുറപ്പെട്ടു വന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 14-ാം അധ്യായം. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹനായ ബാല്യക്കാരനോട്, വരുക, നാം അങ്ങോട്ട് ഫിലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. ശൗൽ ഗിബയുടെ അതിരിൽ മിഗ്രോനിലെ മാതൃനാരകത്തിന് കീഴിലിരിക്കുകയായിരുന്നു. അവനോട് കൂടെ ഉണ്ടായിരുന്ന പടജനം ഏകദേശം 600 പേര്. ഷീലോവിലെ യഹോവയുടെ പുരോഹിതനായ ഏലിയുടെ മകനായ ഫീനെഹാസിന്റെ മകനായ ഈഖബോദിന്റെ സഹോദരനായ അഹീതൂബിന്റെ മകൻ അഹിയാവ് ആയിരുന്നു അന്ന് ഏഫോദ് ധരിച്ചിരുന്നത്. യോനാഥാൻ പോയത് ജനം അറിഞ്ഞില്ല. യോനാഥാൻ ഫിലിസ്ത്യരുടെ പട്ടാളത്തിന് നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കടുന്തൂക്കമായി ഓരോ പാറയുണ്ടായിരുന്നു. ഒന്നിന് ബോസേസ് എന്നും മറ്റേതിന് സേന എന്നും പേര്. ഒന്ന് വടക്കുവശം മിക്മാസിന് മുഖമായും മറ്റേത് തെക്കുവശം ഗിബയ്ക്ക് മുഖമായും തൂക്കെ നിന്നിരുന്നു. യോനാഥാൻ തന്റെ ആയുധവാഹനായ ബാലിക്കാരനോട്, വരുക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന് നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലെയൊക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു.
അതിന് യോനാഥാൻ പറഞ്ഞത്, നാം അവരുടെ നേരെ ചെന്ന് അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവോളം നിൽക്കുവിൻ എന്നവർ പറഞ്ഞാൽ നാം അവരുടെ അടുക്കൽ കയറി പോകാതെ നിന്നിടത്ത് തന്നെ നിൽക്കാം. ഇങ്ങോട്ട് കയറി വരുവിൻ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറി ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇത് നമുക്ക് അടയാളം ആയിരിക്കും. ഇങ്ങനെ അവർ ഇരുവരും ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ ഇതാ എബ്രായർ ഒളിച്ചിരുന്ന പുത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫിലിസ്ത്യർ പറഞ്ഞു. പട്ടാളക്കാർ യോനാഥാനോടും അവന്റെ ആയുധവാഹകനോടും, ഇങ്ങോട്ട് കയറി വരുവിൻ, ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകനോട്, എന്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ചു കയറി. അവർ യോനാഥാന്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവന്റെ പിന്നാലെ കുന്നും കൊണ്ട് നടന്നു. യോനാഥാനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണി നിലത്തിന്റെ പകുതി നീളത്തിനകരം 20 പേര് വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവ്വജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി, വലിയൊരു നടുക്കമുണ്ടായി. അപ്പോൾ ബെന്യാമീനിലെ ഗിബയിൽ നിന്ന് ശൗലിന്റെ കാവൽക്കാർ നോക്കി പുരുഷാരം ചിന്നി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോട്, എണ്ണി നോക്കി നമ്മിൽ നിന്ന് പോയവർ ആരെന്നറിയുവെന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാഥാനും അവന്റെ ആയുധവാഹകനും ഇല്ലായിരുന്നു. ശൗൽ അഹിയാവിനോട്, ദൈവത്തിന്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പെട്ടകം ആ കാലത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഉണ്ടായിരുന്നു. ശൗൽ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിലെ കലാപം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട്, നിന്റെ കൈ വലിക്കുക എന്ന് പറഞ്ഞു. ശൗലും കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടയ്ക്കു ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരിക്കുന്നത് കണ്ടു. മുമ്പേ ഫെലിസ്ത്യരോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്തു നിന്ന് അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന എബ്രായരും ശൗലിനോടും യോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയരുടെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രയീം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേല്യർ ഒക്കെയും ഫെലിസ്ത്യർ തോറ്റോടി എന്ന് കേട്ടയുടനെ അവരും പടയിൽ ചേർന്നു അവരെ പിന്തുടർന്നു. അങ്ങനെ യഹോവ അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. പട ബേത്ത് ആവേൻ വരെ പരന്നു. സന്ധ്യയ്ക്ക് മുമ്പും ഞാൻ എൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളവും ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ശൗൽ പറഞ്ഞു. ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതിനാൽ ഇസ്രായേല്യർ അന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുത്തിനും ആഹാരം ആസ്വദിച്ചതുമില്ല. ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ നിലത്ത് തേൻ ഉണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റു വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ട് ആരും തൻ്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല. യോനാഥാനോ തൻ്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻകട്ടയിൽ കുത്തി അതെടുത്ത് തൻ്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണ് തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ, ഇന്ന് യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് നിന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്, ജനം ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ, എൻ്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി. ഞാൻ ഈ തേൻ ഒരല്പം ആസ്വദിക്കൊണ്ട് എൻ്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലയോ? ജനത്തിന് കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്ന് അവർ എടുത്ത് ഇന്ന് വേണ്ടും പോലെ ഭക്ഷിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെലിസ്ത്യരുടെ അപജയം അത്ര വലുതാകുകയില്ലയോ എന്ന് പറഞ്ഞു. അവർ അന്ന് മിക്മാസ് തുടങ്ങി അയ്യാലോൻ വരെ ഫെലിസ്ത്യരെ സംഹരിച്ചു. ജനം ഏറ്റവും തളർന്നുപോയി. ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്ന് ആടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ചു നിലത്തുവെച്ച് അറുത്തു രക്തത്തോടുകൂടെ തിന്നു. ജനം രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ, നിങ്ങൾ ഇന്ന് ദ്രോഹം ചെയ്യുന്നു. ഒരു വലിയ കല്ല് എൻ്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ, നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ എല്ലായിടവും ചെന്ന് അവരോട് ഓരോരുത്തൻ താന്താന്റെ കാളയെയും ആടിനെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അറുത്തു തിന്നുകൊള്ളുവിൻ. രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത് എന്ന് പറയുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളകളെ അന്ന് രാത്രി കൊണ്ടുവന്ന് അവിടെ വെച്ച് അറുത്തു. ശൗല് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അത് അവൻ യഹോവയ്ക്ക് ആദ്യം പണിത യാഗപീഠമായിരുന്നു. അനന്തരം ശൗൽ, നാം രാത്രിയിൽ തന്നെ ഫെലിസ്ത്യരെ പിന്തുടർന്ന് പുലരുവോളം അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തനെയും ശേഷിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിച്ചതുപോലെയൊക്കെയും ചെയ്തു കൊള്ളുക എന്നവർ പറഞ്ഞപ്പോൾ, നാം ഇവിടെ ദൈവത്തോട് അടുത്തു ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോട്, ഞാൻ ഫെലിസ്ത്യരെ പിന്തുടരണമോ? നീ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു.
എന്നാൽ അന്ന് അവന് അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ, ജനത്തിന്റെ പ്രധാനികളൊക്കെയും ഇവിടെ അടുത്തു വരട്ടെ, ഇന്ന് പാപം സംഭവിച്ചത് ഏതു കാര്യത്തിലെന്ന് അന്വേഷിച്ചറിയുവിൻ. ഇസ്രയേലിനെ രക്ഷിക്കുന്ന യഹോവയാണേ, അതെന്റെ മകൻ യോനാഥാനിൽ തന്നെയായിരുന്നാലും അവൻ മരിക്കണം നിശ്ചയം എന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറയുവാൻ സർവ്വജനത്തിലും ഒരുത്തിനും തുനിഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രയേലിനോടും, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുവിൻ, ഞാനും എൻ്റെ മകനായ യോനാഥാനും മറുഭാഗത്ത് നിൽക്കാം എന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗൽ ഇസ്രയേലിലെ ദൈവമായ യഹോവയോട്, നേര് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിനും യോനാഥാനും ചീട്ട് വീണു, ജനം ഒഴിഞ്ഞുപോയി. പിന്നെ ശൗൽ, എനിക്കും എൻ്റെ മകനായ യോനാഥാനും ചീട്ടിടുവിൻ എന്ന് പറഞ്ഞു. ചീട്ട് യോനാഥാന് വീണു. ശൗൽ യോനാഥാനോട്, നീ എന്ത് ചെയ്തു? എന്നോട് പറയുക എന്ന് പറഞ്ഞു. യോനാഥാൻ അവനോട്, ഞാൻ എൻ്റെ വടിയുടെ അറ്റം കൊണ്ട് അല്പം തേൻ ആസ്വദിച്ചതേയുള്ളൂ, അതുകൊണ്ട് ഇതാ ഞാൻ മരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ, യോനാഥാനെ, നീ മരിക്കണം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രയേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും അരുത്, യഹോവയാണ്, അവൻ്റെ തലയിലെ ഒരു രോമം നിലത്തു വീഴുകയില്ല. അവൻ ഇന്ന് ദൈവത്തോടുകൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു, അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ശൗൽ ഫെലിസ്തരെ പിന്തുടരാതെ മടങ്ങിപ്പോയി. ഫെലിസ്തരും തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ശൗൽ ഇസ്രയേലിൽ രാജ്യത്വം ഏറ്റ ശേഷം മോവാബ്യർ, അമ്മൂന്യർ, ഏദോമ്യർ, സോബാ രാജാക്കന്മാർ, ഫെലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോടും യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ചു, അമാലേക്കരെ ജയിച്ചു, ഇസ്രയേലിലെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ശൗലിന്റെ പുത്രന്മാർ യോനാഥാൻ, യിശ്വി, മൽക്കീഷുവ എന്നിവർ ആയിരുന്നു. അവന്റെ 2 പുത്രിമാർക്കോ മൂത്തവൾക്ക് മേരബെന്നും ഇളയവൾക്ക് മീഖാൾ എന്നും പേരായിരുന്നു. ശൗലിന്റെ ഭാര്യയ്ക്ക് അഹീനോവം എന്നു പേരായിരുന്നു. അവൾ അഹീമാസിന്റെ മകൾ. അവന്റെ സേനാധിപതിക്ക് അബ്നേർ എന്നു പേർ. അവൻ ശൗലിന്റെ ഇളയപ്പനായ നേരിന്റെ മകനായിരുന്നു. ശൗലിന്റെ അപ്പനായ കീഷും അബ്നേരിന്റെ അപ്പനായ നേരും അബിയേലിന്റെ മക്കളായിരുന്നു. ശൗലിന്റെ കാലത്തൊക്കെയും ഫെലിസ്ത്യരോട് കഠിന യുദ്ധം ഉണ്ടായിരുന്നു. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 1 ശമൂവേൽ 15 അധ്യായം. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞതെന്തെന്നാൽ, യഹോവ നിന്നെ തൻ്റെ ജനമായ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളയുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഹരിച്ചു കളയുക. അപ്പോൾ ശൗൽ ജനത്തെ ഒന്നിച്ചുകൂട്ടി തെലായിമിൽ വെച്ച് അവരെ എണ്ണി. യഹൂദ ഗോത്രക്കാരായ 10,000 പേരൊഴികെ 200,000 കാലാൾ ഉണ്ടായിരുന്നു. പിന്നെ ശൗൽ അമാലേക്കരുടെ പ്രധാന നഗരം വരെ ചെന്ന് തോട്ടിനരികെ പതിയിരിപ്പാക്കി. എന്നാൽ ശൗൽ കേന്യരോട്, ഞാൻ നിങ്ങളെ അമാലേക്കരോട് കൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുവേൻ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കേന്യർ അമാലേക്കരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ ശൗൽ ഹവീല മുതൽ മിസ്രയീമിന് കിഴക്കുള്ള ഷൂർ വരെ അമാലേക്കരെ സംഹരിച്ചു. അമാലേക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു. ജനങ്ങളെയൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും ആഗാഗിനോട്, ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയെ ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയെ ഒക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായത് എന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജായി വാഴിച്ചതിൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. ശമൂവേൽ ശൗലിനെ എതിരേൽക്കുവാൻ അധികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലിലെത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ചു തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് പോയി എന്നും ശമൂവേലിന് അറിവ് കിട്ടി. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ,
ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ, എൻ്റെ ചെവിയിൽ എത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്ത് എന്ന് ചോദിച്ചു. അവ അമാലേക്യരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേൽത്തരമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ ജീവനോടെ സൂക്ഷിച്ചു. ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, നിൽക്കുക, യഹോവ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അരുളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു. അവൻ അവനോട്, പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു. നീ ചെന്ന് അമാലേക്യരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്കു ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത്? ശൗൽ ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചു. യഹോവ എന്നെ അയച്ചു വഴിക്ക് പോയി അമാലേക്യ രാജാവായ ആഗാഗിനെ കൊണ്ടുവന്ന് അമാലേക്യരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശപഥാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എൻ്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരണമേ എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവൻ്റെ നിലയങ്കിയുടെ വിളമ്പ് പിടിച്ചു വലിച്ചു. അത് കീറിപ്പോയി. ശമൂവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്കു പറയുകയില്ല, അനുതപിക്കുകയില്ല. അനുതപിക്കുവാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും ജനത്തിൻ്റെയും മൂപ്പന്മാരുടെയും ഇസ്രായേലിന് മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ശമൂവേൽ ശൗലിന്റെ പിന്നാലെ ചെന്നു. ശൗൽ യഹോവയെ നമസ്കരിച്ചു. അനന്തരം ശമൂവേൽ അമാലേക്ക് രാജാവായ ആഗാഗിനെ ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. ആഗാഗ് സന്തോഷഭാവത്തോടെ അവൻ്റെ അടുക്കൽ വന്നു. മരണഭീതി നീങ്ങിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞു. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകും എന്ന് ശമൂവേൽ പറഞ്ഞു. ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു. പിന്നെ ശമൂവേൽ രാമയിലേക്ക് പോയി. ശൗലും ശൗലിന്റെ ഗിബയിൽ അരമനയിലേക്ക് പോയി. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും തന്റെ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയതുകൊണ്ട് അനുതപിച്ചു.